ഒരു കാര്യം നിങ്ങൾ ചെവിയിലും തുള്ളി ഓർത്തിരുന്നോ? ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഇരിക്കുന്നെങ്കിൽ, ഞങ്ങളൊക്കെ നട്ടല്ലോടെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ, ചെയ്ത കുറ്റത്തിന് ഇരുട്ടറയിൽ പോകുന്നത് വരെ ഞങ്ങളൊക്കെ പിറകെ തന്നെ ഉണ്ടാവും. യവൻ എന്തൊരു പറ്റി? എടാ പ്രാട്ടേ, എന്താ കുറുകിലൊക്കെ പിടിച്ചോണ്ട് വരണേ? ഭയങ്കര നടുവേനാമ. ആ, ചിലവരൊക്കെ നടുവേന ഉണ്ടാവൂടാ. മാമനുണ്ടാമോ? അയ്യയ്യേ, എനിക്ക് നടുവേനൊന്നുമില്ല. അപ്പൊ ഈ ക്ലൈമറ്റിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? എവിടുന്ന്? ക്ലൈമറ്റിന്റെ ഒന്നും അല്ല. പിന്നെ ഇതിനെ കുറിച്ച് നട്ടല് വിദഗ്ധൻ ഡോക്ടർ ഷാജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടടാ. എന്തിനു പറഞ്ഞു മാമ? ഞങ്ങളുടെയൊക്കെ പുറത്ത് ഇപ്പത്തെ ഡിവൈഎഫ്ഐക്കാരന്റെ പുറത്തുള്ള വാഴത്തണ്ടല്ല, നട്ടല്ലാണ് എന്ന് ഓർത്തു വെക്കുന്നത് CPM കാരൻ നല്ലതാണ്. എന്തിനു മാമ? നോട്ടേ, കട്ട് കൊണ്ടുപോയിട്ട് 1-2 കോടിയാ. നിങ്ങൾ കാനഡയിൽ ഓഫീസ് തുറന്നിരിക്കുകയാണ്. ആപ്പീസ് പോലും ആപ്പീസ്. എന്താടാ? എന്താ മാമ, നമ്മളെ പാർട്ടിക്കാർ ലോകത്ത് എല്ലായിടത്തും ഇല്ലേ മാമ? അതെന്തോ? അതെനിക്ക് അറിഞ്ഞൂടാ. മാമ, നമ്മുടെ കാനഡയിൽ ഒരു കൊച്ചു പാർട്ടി ആഫീസ് തുടങ്ങിയാലാണ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് കൂവി വിളിക്കണത്. നോട്ടേ, എന്തു മാമ? എടാ, പാർട്ടി ഓഫീസല്ല, പിന്നെ പെൻഷന്റെ ഒരു ഓഫീസാണ് അവിടെ തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ ഭാര്യന്റെ പെൻഷൻ, വല്ലാത്ത ഭാര്യ, വല്ലാത്ത എടുത്ത പടിയും. ഇവിടെ ഭാര്യന്റെ പെൻഷൻ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ് എക്സാലോജിക്കെങ്കിൽ. മാമ, ഇങ്ങനെ എന്തിനാ മാമ പറയണത്? എന്തേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടാ. നിങ്ങളെ മോൻ വിജയണ്ണ അമേരിക്ക വിട്ടത് നിങ്ങളെ പെൻഷൻ പൈസ കൊടുത്തല്ലേ അമ്മ വിട്ടത്? എഴിച്ചു പോടാ. മാമിയുടെ പൈസക്കാ? എടാ, തിരുവനന്തപുരത്തുനിന്ന് കണ്ണൂർ വരെ ബസ്സിൽ പോകാൻ വേണ്ടി ഈ പെൻഷൻ പൈസ തികയോടാ? തികയില്ലോ അമ്മ? എവിടെന്ന്? പിണറായി വിജയന്റെ വീട് ആരാ എങ്ങനെ ഉണ്ടാക്കിയത്? ആ കണക്കൊന്ന് പറഞ്ഞേ. പറയാടാ, ഇതിന്റെ കണക്ക് പറയടാ. എന്നെ കൊണ്ട് പറയാൻ പറ്റൂല അമ്മ. നെയ്യെന്നല്ല, ആരും പറയൂല. അതാണ് ഇതിന്റെ കാര്യം. എന്റെ മാമ, അത് ശശിയെന്ന് മാത്രമല്ല കണക്കറിയാവൂ. ആര്? തീവ്രത ശശിയാ? നമ്മളെ കണ്ട്രാക്ക് ശശിയെണ്ണ. ശശിക്ക് എങ്ങനെ അറിയാൻ പറ്റുവാടാ? അങ്ങനല്ലേ അമ്മ വീട് പണിയത്. അപ്പൊ അങ്ങേർക്കല്ല അതിന്റെ മുഴുവൻ കണക്കും അറിയാവുന്നത്. ഓ അങ്ങനെയാണല്ലേ. മകള് ഈ പറയുന്ന വീണ അങ്ങ് കോയമ്പത്തൂരിലെ സ്വകാര്യ സ്കൂളിൽ കോളേജിൽ പഠിച്ചത് എങ്ങനെയാണ്? അതിന്റെ ഫീസ് ആരാ കൊടുത്തത്? മകൻ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതിന്റെ ഫീസ് ആരാ കൊടുത്തത്? വലിയ കഷ്ടം തന്നെ. എന്തൊരു ചോദ്യം ചോദിക്കണത്? എന്തൊരു കഷ്ടം. മക്കളെ ഫീസ് കൊടുക്കണ ആരെന്ന്? അത് എന്നെ ചോദിച്ചത്. എന്റെ മാമ, മക്കളെ ഫീസ് കൊടുക്കണ തന്തം തള്ളേരെ കടമയല്ലേ അമ്മ? എന്റെ വീട്ടിലേക്ക് എന്റെ പിള്ളേർക്ക് ഫീസ് കൊടുക്കണാര്? ആര്? ഞാൻ. ആര്? മാമ, എന്റെ ഭാര്യയുടെ പെൻഷൻ പൈസയല്ലേ കുടുംബശ്രീ കിട്ടിയേ? ആ പൈസ കൊണ്ടല്ലേ ഫീസ് കൊടുക്കണത്. ഇതെല്ലാം കൊടുത്തത് ഭാര്യന്റെ പെൻഷനാ? വല്ലാത്തൊരു പെൻഷൻ തന്നെ ഇട്ടത്. ഇതെത്ര മുഖ്യ തീരാത്ത കിണറാ ഈ ഭാര്യക്ക് കിട്ടിയ പെൻഷൻ. ഇവർക്കൊക്കെ എന്തുവാ ഇത്ര പെൻഷന്റെ ഒരു അസൂയ? ഇത് ഒരു വല്ലാത്ത പെൻഷനായി പോയടേ. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശു തൊഴുത്ത് അനിവാര്യമായ ഘടകം. അത് പറ, എന്തായിരുന്നു പശു തൊഴുത്ത്? അത് പാല് കുടിക്കാനായിരുന്നല്ലോ, പാല് കുടിക്കാനായിരുന്നല്ലോ. എന്നിട്ട് 10-25 ലക്ഷം റുപ്യ സ്വിമ്മിംഗ് പൂളിന്. എന്തായിരുന്നടേ സ്വിമ്മിംഗ് പൂള്? മുങ്ങി കുളിക്കാനായിരുന്നല്ലോ, നീന്തി തുടിക്കാനായിരുന്നല്ലോ. ഒന്നാമത്തെ സ്റ്റെപ്പ് 2ാമത്തെ സ്റ്റെപ്പ് കറങ്ങാൻ ലിഫ്റ്റ് വെച്ചിട്ടാ വന്നയാള്. അറിയാങ്ങള്, ഈ സ്റ്റേജിലേക്ക് വണ്ടി വരണമെങ്കിൽ മതില് പൊളിക്കുക. ഇത്ര 2 അടി നടക്കാൻ വയ്യ ഈ ചങ്ങായിക്ക്. ഇയാള് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നു പറഞ്ഞാൽ മനുഷ്യൻ വിശ്വസിക്കടോ? എടേ പ്രാട്ടിയേ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ക്ലിപ്പ് ഹൗസിന്റെ പേര് മാറ്റുന്നതാണ് നല്ലത്. അപ്പൊ എന്തൊരു പേരിടും മാമ? ഇതിന്റെ പേര് മാറ്റിയിട്ട് ഫാം ഹൗസ് എന്നാക്കി കൂടെ? ഒരു ചെറിയ ഭേദഗതി. എന്തൊരു മാമ? ഫാം ഹൗസ്. ഫാം ഹൗസ്.